പ്രിയപ്പെട്ട കുട്ടികളെ, വർക്ക് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് അൽ വഹദത്തു സാനിയ, വർക്ക് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റ്. പാഠപുസ്തകത്തിലെ യൂണിറ്റുകളുടെ പേര് തന്നെയാണ് വർക്ക് ബുക്കിലെ യൂണിറ്റുകൾക്കും ഉള്ളത്. പാഠപുസ്തകത്തിൽ അൽ ബിഅത്തുൻ നളീഫ എന്നതാണ് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര്. പാഠങ്ങളുടെ പേരും ഇവിടെയും കാണാം. ഇനി ഇതിലുള്ള വർക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇവിടെയുള്ള അക്ഷരങ്ങൾ വായിച്ചു നോക്കണം. ഏതൊക്കെ അക്ഷരങ്ങളാണുള്ളത്? ബാ ഉണ്ട്, പിന്നെ സാ അല്ലേ? ബാവും സാവുമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ അതേ അക്ഷരങ്ങൾ തന്നെ അടിയിൽ എഴുതിയത് നോക്കൂ. ബാ പല രൂപത്തിലും എഴുതിയത് കാണാം. എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്? ബാ ഒരു വാക്കിൻ്റെ ആദ്യത്തിലാണ് വരുന്നതെങ്കിൽ ഇതേ രൂപത്തിലാണ് എഴുതുക. ഒരു വാക്കിൻ്റെ മധ്യത്തിലാണ് വരുന്നതെങ്കിലോ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ മറ്റു അക്ഷരങ്ങളുടെ കൂടെ കൂട്ടി എഴുതുന്നതാണ് അല്ലേ? അപ്പം ഇങ്ങനെ കൂട്ടി എഴുതി പോകും. ബാ അവസാനം വരികയാണെങ്കിൽ ഇങ്ങനെ. ഇനി അവസാനം ഒറ്റയ്ക്ക് എഴുതുകയാണെങ്കിൽ ഇതേ രൂപത്തിലുണ്ടാകും. ഉദാഹരണം നോക്കിയാൽ മനസ്സിലാകും. വായിക്കൂ. ബത്തത്തുൻ. ഇവിടെ ബാ നോക്കൂ, ആദ്യത്തെ അക്ഷരമാണല്ലേ. ഹബലുൻ ഇവിടെ നടുവിലാണുള്ളത്, അപ്പോൾ ഇങ്ങനെ കൂട്ടി എഴുതും. ഇവിടെ ലൈസുൻ അവസാനത്തെ അക്ഷരമായി വന്നപ്പോൾ ഇങ്ങനെ. ഹർസുൻ അവസാനം കൂട്ടി എഴുതാതെ വന്നപ്പോൾ ഇങ്ങനെ. ബാവും സാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബാഇൻ്റെ അടിയിൽ ഒരു കുത്താണുള്ളത്, സാഇൻ്റെ മേലെ 3 കുത്താണ് ഉള്ളത്. എഴുതുന്നത് ഒരേ രൂപത്തിലാണ്, കുത്തുകളുടെ എണ്ണത്തിൽ മാത്രമേ മാറ്റമുള്ളൂ. ഇനി ബാവും സാവും വരുന്ന 4 വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ നിങ്ങൾ എഴുതി പരിശീലിക്കണം. ആദ്യം എവിടെ എഴുതും? ഏറ്റവും അടിയിലുള്ള 1 എന്ന നമ്പർ കാണുന്നുണ്ടല്ലേ, അവിടെയുള്ള വാക്കുകൾക്ക് മേലെ കൂടെ എഴുതണം. എന്നിട്ടാണ് മേലെയുള്ള വരികളിൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത പേജിൽ നുലവിനു ഹസബൽ അർക്കാം എന്ന് കാണുന്നുണ്ട്. നമ്പറുകൾക്കനുസരിച്ച് നിറം കൊടുക്കാം. എവിടെയാണ് നമ്പറുകൾ ഉള്ളത്? താഴെ ഒരു കാറിൻ്റെ ചിത്രം കാണാം. ഈ കാറിൻ്റെ ചിത്രത്തിൽ കാറിൻ്റെ ഓരോ പാർട്ടിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ നോക്കൂ, ടയറിൻ്റെ അകത്ത് 1 എന്ന നമ്പർ കാണാം, ഇവിടെയും ഇവിടെയും. അതേപോലെ ടയറിന് 2 എന്ന് കാണാം. പിന്നെ ഡോറിന് 4 എന്ന് കാണുന്നുണ്ട്. ഇവിടെ 3 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? ഇനി എങ്ങനെയാണ് നിറം കൊടുക്കേണ്ടത് എന്ന് നോക്കാം. 1 എന്ന നമ്പർ കാണുന്നുണ്ടല്ലോ. കാറിൽ 1 എന്ന നമ്പർ ഇട്ട ഭാഗത്ത് അസറക്ക് നിറമാണ് കൊടുക്കേണ്ടത്. 1 എവിടെയായിരുന്നു ഇട്ടത്? ഈ കാറിനുള്ളിലുള്ള ഇവിടെ അല്ലേ? ചെറിയ വട്ടത്തിനകത്താണ് 1 ഉള്ളത്. ആ 2 വട്ടത്തിനും അസറക്കാണ് കൊടുക്കേണ്ടത്. എന്താണ് അസറക്ക് നിറം? അസറക്ക് ബ്ലൂ, നീല അല്ലേ? അപ്പോൾ അവിടെ 2 ഭാഗത്തും നീല നിറം കൊടുക്കുക. ഇനി 2 എന്ന് എഴുതിയിരിക്കുന്ന ഭാഗങ്ങളിൽ അസ്വദ് കളർ കൊടുക്കണം. അസ്വദ് എന്താണ്? കറുപ്പ്. അസ്വദ് കറുപ്പ്. ഇവിടെയാണ് 2 ഉള്ളത് അല്ലേ? ടയറിൻ്റെ മേലെയാണ് 2. അപ്പോൾ അവിടെ അസ്വദ് നിറം കൊടുക്കുക, അതായത് കറുപ്പ് നിറം. പിന്നെ 3 എന്ന നമ്പർ ഇട്ട ഭാഗത്ത് അസ്ഫറാണ് കൊടുക്കേണ്ടത്. അസ്ഫർ എന്താണ് പറയൂ? മഞ്ഞ അല്ലേ? യെല്ലോ. 3 എവിടെയാണുള്ളത്? ഇവിടെ 3 കാണാം അല്ലേ? ഇതാ, ഇവിടുന്ന് മുതൽ ഇവിടം വരെ 3-ാം നമ്പറാണ്. അപ്പോൾ ഇത്രയും ഭാഗത്ത് ഏത് കളർ കൊടുക്കണം? അസ്ഫർ കൊടുക്കണം, അതായത് യെല്ലോ കൊടുക്കണം. 4 എന്ന നമ്പറിൽ അഹ്ലറാണ് കൊടുക്കേണ്ടത്. അഹ്ലർ എന്താണ്? പച്ചയാണല്ലേ? ഈ 2 ഡോറിനും 4 കാണുന്നത്. അപ്പോൾ ഇവിടെ അഹ്ലർ കൊടുക്കുക, പച്ച കൊടുക്കുക. ഇനി 5 എന്ന് എഴുതിയ ഭാഗത്ത് അഹ്മർ, ചുവപ്പ്. ഇവിടെയാണ് 5 ഉള്ളത് അല്ലേ? ഇവിടെ 5 ഉണ്ട്. ഇങ്ങനെ വന്ന് ഇവിടെയും 5 അല്ലേ? ഈ ഭാഗങ്ങളിൽ ചുവന്ന നിറം കൊടുക്കുക, അഹ്മർ കളർ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കാറ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത പേജിൽ എന്താണുള്ളത്? നുലവ്വിന് സൂറത്ത് വനക്തുബു അസ്മാ അൽ അൽവാൻ.
ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ? സൂറത്തു ബിന്ദിൻ, ഒരു പെൺകുട്ടിയുടെ ചിത്രം. ഈ കുട്ടിക്ക് നമ്മൾ നിറം കൊടുക്കണം. ഈ കുട്ടിയുടെ മുടിക്ക് നിറം കൊടുക്കണം. പിന്നെ ഈ ഷർട്ടിന് നിറം കൊടുക്കണം. പാവാടക്കും നിറം കൊടുക്കണം. ഏതൊക്കെ നിറം കൊടുക്കാം? മുടിക്ക് അസ്വദ് കൊടുക്കാം അല്ലേ? അസ്വദ് എന്താണ്? കറുപ്പ്. അപ്പോൾ അസ്വദ് നിറം ഇവിടെ കൊടുത്തിട്ട് ഇവിടെ എന്തെഴുതണം? അസ്വദ് എന്ന് എഴുതണം. പിന്നെ ഈ ഷർട്ടിന് ഏത് കളർ കൊടുക്കും? യെല്ലോ കൊടുക്കാം. മഞ്ഞക്ക് എന്താ പറയുക? അസ്ഫർ എന്ന് പറയും അല്ലേ? അപ്പോൾ അസ്ഫർ എന്ന് ഇവിടെ എഴുതുക. ഇനി പാവാടക്ക് എന്ത് കൊടുക്കും? റെഡ് കൊടുക്കാം. റെഡ്, ചുവപ്പ്. അറബിയിൽ എന്ന് പറയും റെഡിന്? അഹ്മർ. അപ്പോൾ ഇവിടെ അഹ്മർ നിറം കൊടുത്തിട്ട് ഇവിടെ അഹ്മർ എന്ന് എഴുതുക. അങ്ങനെ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സൂറത്തു വലദിൻ ഉണ്ട്, അതായത് ഒരു ആൺകുട്ടിയുടെ ചിത്രവും ഉണ്ട്. ഇവിടെയും നമ്മൾ നിറം കൊടുക്കണം. ആൺകുട്ടിയുടെ ഷർട്ടിന് എന്ത് കൊടുക്കണം? ഷർട്ടിന് ഒന്നും കൊടുക്കാതിരുന്നാൽ വെള്ള കളറാകും അല്ലേ? വെള്ളക്ക് എന്ത് പറയും? അബിയൽ എന്ന് പറയും. അപ്പോൾ ഇവിടെ അബിയൽ എന്ന് എഴുതിയാൽ മതി. ഇനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ കൊടുക്കാം. പിന്നെ ഈ പാൻസിന് നമുക്ക് പച്ച കൊടുക്കാം. പച്ചക്ക് എന്താ പറയുക? അഹ്ലർ. അപ്പോൾ ഇവിടെ പച്ച കൊടുത്തിട്ട് ഇവിടെ അഹ്ലർ എന്ന് എഴുതുക. പിന്നെ ഷൂസ് ഉണ്ടല്ലേ? ഷൂസിന് നമുക്ക് നീല കളർ കൊടുക്കാം. നീലക്ക് എന്താ പറയും? അസറക്ക് എന്ന് പറയും. അസറക്ക് ഇവിടെ എഴുതുക. ഓക്കെ. ഇനി അടുത്ത പേജിൽ ഒരു പാരഗ്രാഫ് എഴുതിയിരിക്കുന്നത് കാണാം. ഇത് നമുക്ക് വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ കുറേ വാക്കുകളുണ്ട് അല്ലേ? ഈ വാക്കുകളിൽ തൻവീൻ വന്നിരിക്കുന്ന വാക്കുകൾ നമ്മൾ കണ്ടെത്തി താഴെ ഉള്ള കോളങ്ങളിൽ എഴുതണം. ഓക്കെ. തൻവീൻ എന്താണെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. 2 ഹർക്കത്ത് ഇടുന്നതിനാണ് തൻവീൻ എന്ന് പറയുക. ഇവിടെ നോക്കൂ, 2 ലമ്മ് ഇട്ട് വെച്ചത് കാണാം അല്ലേ? അതിനെന്ത് പറയും? തൻവീൻ ലമ്മ് എന്ന് പറയും. ഇവിടെ 2 ഫതഹ് കാണാം, അത് തൻവീൻ ഫതഹാണ്. ഇവിടെ 2 കസറുണ്ട് അല്ലേ? അതിന് തൻവീൻ കസർ എന്ന് പറയും. അപ്പോൾ ഈ പാരഗ്രാഫിൽ തൻവീൻ ലമ്മും തൻവീൻ ഫതഹും തൻവീൻ കസറും വന്നിരിക്കുന്ന വാക്കുകളെ കണ്ടെത്തി താഴെ എഴുതണം. ആദ്യം നമുക്ക് പാരഗ്രാഫ് വായിച്ചു നോക്കാം. ഹാദാ ബുസ്താനുൻ ജമീലുൻ, ഇതൊരു ഭംഗിയുള്ള പൂന്തോട്ടമാണ്. ഹാദ, എന്താണ് ഹാദ എന്ന് പറഞ്ഞാൽ? ഇത്. ബുസ്താനുൻ, പൂന്തോട്ടം. ഹാദാ ബുസ്താനുൻ, ഇതൊരു പൂന്തോട്ടമാണ്. ജമീലുൻ, ഭംഗിയുള്ള. ഇതൊരു ഭംഗിയുള്ള പൂന്തോട്ടമാണ്. ഇനി ഫിൽ ബുസ്താനി അസ്ഹാറുൻ കസീറത്തുൻ, പൂന്തോട്ടത്തിൽ ധാരാളം പൂക്കളുണ്ട്. ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിൽ. അസ്ഹാറുൻ, പൂക്കളുണ്ട്. കസീറത്തുൻ, ധാരാളം. ഓക്കെ. തതീറു ഫറാശാത്തുൻ മിൻ സഹറത്തിൻ ഇലാ സഹറത്തിൻ, പൂമ്പാറ്റകൾ ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് പറന്ന് കളിക്കുകയാണ്. കാണുന്നില്ലേ പൂമ്പാറ്റകൾ പറന്ന് കളിക്കുന്നത്? അതെ. തതീറു എന്ന് പറഞ്ഞാൽ പറക്കുന്നു. ഫറാശാത്തുൻ, പൂമ്പാറ്റകൾ. മിൻ സഹറത്തിൻ, ഒരു പൂവിൽ നിന്നും. ഇലാ സഹറത്തിൻ, മറ്റൊരു പൂവിലേക്ക്. അങ്ങനെ പറന്ന് നടക്കുകയാണ് അവർ. പിന്നെയോ പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? തംതസ്സുൽ ഫറാശത്തു റഹീഖൻ ലദീദൻ, ഫറാശത്ത് രുചികരമായ പൂന്തേൻ കുടിക്കുകയാണ്. തംതസ്സുൽ ഫറാശത്തു റഹീഖൻ, റഹീഖ് എന്ന് പറഞ്ഞാൽ പൂന്തേൻ. പൂന്തേൻ കുടിക്കുന്നു. എങ്ങനെയുള്ള പൂന്തേനാണ്? ലദീദൻ, രുചികരമായ. അപ്പോൾ ഓരോ പൂവിലും ഇരുന്നു കൊണ്ട് രുചികരമായ പൂന്തേൻ കഴിച്ച് പറന്ന് നടക്കുകയാണ് ഫറാശത്തുകൾ. ഇത്രയുമാണ് ഈ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത്. ഇനി ഇതിൽ നിന്നും തൻവീൻ വന്ന വാക്കുകൾ നമുക്ക് കണ്ടെത്താം. ഓരോ വാക്കും വായിച്ചു നോക്കാം. തൻവീൻ ഉണ്ടെങ്കിൽ നമുക്ക് താഴെ എഴുതാം. ഹാദ, ഇതിന് തൻവീൻ ഉണ്ടോ? ഇല്ല. അടുത്ത വാക്ക് ബുസ്താനുൻ എന്നാണ്. തൻവീൻ കാണുന്നുണ്ടല്ലോ? ഉണ്ട്. അവസാനത്തെ അക്ഷരമായ നൂനിന്
തൻവീൻ ലമ്മ് കൊടുത്തിരിക്കുന്നു. തൻവീൻ എവിടെയാ വരിക? ഓരോ വാക്കിൻ്റെയും അവസാനത്തെ അക്ഷരത്തിൽ മാത്രമേ തൻവീൻ വരികയുള്ളൂ. ഇവിടെ ബുസ്താനിന് തൻവീൻ ലമ്മ് ഉണ്ട്. അപ്പോൾ ബുസ്താൻ നമ്മൾ താഴെ എഴുതണം. എവിടെ എഴുതും? ഈ തൻവീൻ ലമ്മ് ഇട്ടിരിക്കുന്ന കോളത്തിലാണ് എഴുതേണ്ടത്. അപ്പോൾ ബുസ്താനുൻ എന്നിവിടെ എഴുതുക. ഇനി ജമീലുൻ എന്നാണ് അടുത്ത വാക്ക്. ജമീലുൻ എന്ന വാക്കിനും തൻവീനുണ്ട്. തൻവീൻ ലമ്മാണ് ഉള്ളത്. അപ്പോൾ തൻവീൻ ലമ്മിൻ്റെ കോളത്തിൽ ജമീലുൻ എന്നും എഴുതുക. ബുസ്താനുൻ ജമീലുൻ രണ്ടും ഇവിടെ വന്നു. ഫി എന്നതിൽ തൻവീനുണ്ടോ? ഇല്ല. അൽ ബുസ്താനി അതിലുണ്ടോ? അതിലുമില്ല. അസ്ഹാറുൻ ഇവിടെയുണ്ട്. അസ്ഹാറുൻ എന്നുള്ളതിൽ റായിന് തൻവീനുണ്ട്. അപ്പോൾ അസ്ഹാറുൻ എന്ന് ഇവിടെ എഴുതുക. ഓക്കെ. പിന്നെ കസീറത്തുൻ അതിനും തൻവീൻ ലമ്മ് തന്നെയാണുള്ളത്. കസീറത്തുൻ എന്നതും ഇവിടെ എഴുതുക. തത്തീറു തത്തീറുവിൽ തൻവീനുണ്ടോ? ഇല്ല. ഫറാശാത്തുൻ പൂമ്പാറ്റകൾ. ഫറാശാത്തുൻ എന്നതിനും തൻവീൻ ലമ്മ് ഉണ്ട്. അപ്പോൾ ഫറാശാത്ത് ഇവിടെ എഴുതുക. ഓക്കെ. മിൻ സഹറത്തിൻ മിൻ എന്നതിന് തൻവീനില്ല. സഹറത്തിൻ എന്നതിന് ഉണ്ടല്ലോ. ഉണ്ട്. ഏത് തൻവീനാണ്? ലമ്മാണോ? അല്ല, കസറാണുള്ളത് അല്ലെ. തൻവീൻ കസർ. അപ്പോൾ സഹറത്ത് എന്ന വാക്ക് ഇവിടെ എഴുതാം. ഇനി തംതസു അതിന് തൻവീനില്ല. അൽ ഫറാശത്തു അതിനും തൻവീനില്ല. റഹീഖൻ പൂന്തേൻ റഹീഖൻ എന്നാണ്. അപ്പോൾ തൻവീനുണ്ട്. ഏത് തൻവീനാണുള്ളത്? ഫത്ഹാണ്. തൻവീൻ ഫത്ഹ്. അതെവിടെ എഴുതും? ഇവിടെ എഴുതണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. എന്താണ്? തൻവീൻ ഫത്ഹ് ഇട്ടാൽ അവസാനം ഒരു അലിഫ് ചേർക്കണം. റഹീഖൻ എന്ന് എഴുതിയിട്ട് അവസാനം ഒരു അലിഫ് കാണുന്നില്ലേ? അതെ. അതേപോലെ ലദീദൻ തൻവീൻ ഫത്ഹാണുള്ളത്. അതുകൊണ്ട് അവസാനം ഒരു അലിഫ് ഇട്ടിരിക്കുന്നു. ഓക്കെ. ഇനി റഹീഖൻ എന്ന് ഇവിടെ എഴുതി. അടുത്ത വാക്ക് ലദീദൻ അതിനും തൻവീൻ ഫത്ഹാണുള്ളത്. അതും ഇവിടെ എഴുതുക. അവസാനം അലിഫിട്ട് കൊണ്ട് വേണം എഴുതാൻ, തൻവീൻ ഫത്ഹ് വന്നാൽ. ശരി. ഇനി അടുത്ത പേജിൽ അഅ്ളാ ഉൽ ജിസ്മി കാണുന്നുണ്ട്. അഅ്ളാ എന്ന് പറഞ്ഞാൽ എന്താ? അവയവങ്ങൾ. അൽ ജിസ്മ് ശരീരം. ശരീരത്തിലെ അവയവങ്ങൾ. ശരീരത്തിലെ ചില അവയവങ്ങളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് റഅസുൻ. ഇവ നമ്മൾ എന്ത് ചെയ്യണം? ചേരുംപടി ചേർക്കണം. അതായത് ഓരോ വാക്കിൻ്റെയും ചിത്രത്തിന് നേരെ നമ്മൾ വരയണം. ആദ്യത്തെ വാക്ക് റഅസുൻ എന്നാണ്. റഅസുൻ എന്ന് പറഞ്ഞാൽ എന്താ? തല അല്ലേ. തല എവിടെയുള്ളത്? ഇവിടെയാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്നും ഇവിടെ ഈ തലയിലേക്കൊരു വര വരക്കുക. ഓക്കെ. ഇനി ഐനുൻ. ഐൻ എന്താണ്? കണ്ണ്. അപ്പോൾ ഇവിടെ നിന്നും ഈ ഐനിലേക്കൊരു വര വരക്കുക. പിന്നെ സിന്നുൻ. എന്താ സിന്ന്? പല്ല്. അപ്പോൾ ഇവിടെ പല്ല് ഇവിടെ ഉണ്ട്. പല്ലിലേക്ക് ഇവിടുന്ന് വരക്കുക. അടുത്ത വായിക്കൂ. ഉദുനുൻ. എന്താണ്? ചെവി. ചെവിയിലേക്ക് വരക്കുക. ഇവിടെയുണ്ട് ചെവി. പിന്നെ അൻഫുൻ. മൂക്ക്. മൂക്ക് എവിടെ? ഇവിടെ ഇതാ മൂക്ക്. മൂക്കിലേക്ക് വരക്കുക. അവസാനത്തെ വാക്ക് യദുൻ. കൈ. കൈ ഇവിടെയാണുള്ളത്. കൈയിലേക്ക് വരക്കുക. ഇങ്ങനെയാണ് ചേരുംപടി ചേർക്കേണ്ടത്. ഇനി അടുത്ത പേജിൽ ഫാ എന്ന അക്ഷരം എഴുതിയിരിക്കുന്നത് കാണാം. ഫാ നമ്മൾ ബാഇനെ കൊണ്ടും സായിനെ കൊണ്ടും പറഞ്ഞതുപോലെ ഫാവും എങ്ങനെ എഴുതാം എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി എഴുതി പഠിക്കുക. ഇവിടെ വായിക്കൂ. ഫീലുൻ, മിഫ്താഹുൻ, മിഅ്തഫുൻ, ഹർഫുൻ അല്ലെ. ഇതേപോലെ 4 വാക്കുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് എഴുതി പരിശീലിക്കണം. ആദ്യം ഏറ്റവും അടിയിലുള്ള വാക്കിൻ്റെ മേലെ കൂടെ എഴുതുക. ഫറാസത്തുൻ എന്നിതിൻ്റെ മേലെ കൂടെ എഴുതുക. പിന്നെ ഇവിടെ എഴുതുക. പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, അങ്ങനെ എഴുതുക. അതേപോലെ ഓരോ വാക്കും ഇവിടെയുള്ളതിൻ്റെ മേലെ കൂടെ എഴുതിയിട്ട് ബാക്കിയുള്ള മേലെയുള്ള ഓരോ വരികളിലും എഴുതുക. അങ്ങനെ എഴുതി പരിശീലിക്കുക. അടുത്ത പേജിൽ ഇതേപോലെ തന്നെ ഖാഫ് എന്ന അക്ഷരമാണുള്ളത് അല്ലേ. കഴിഞ്ഞ പേജിൽ ഫ ആയിരുന്നു, ഇവിടെ ഖാഫ്. ഖാഫും ആദ്യത്തിൽ ഇങ്ങനെയും നടുവിൽ ഇങ്ങനെയും അവസാനത്തിൽ ഇങ്ങനെയുമാണ് എഴുതേണ്ടത്.
ഇവിടെയുള്ള വാക്കുകൾ വായിച്ചു നോക്കൂ. ഖമറുൻ, മിഖസുൻ, ദഖീഖുൻ, ബൂഖുൻ അല്ലേ? ഇതേപോലെ 4 വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കൂടെ എഴുതുക. ഖിർദുൻ, മിൻഖാറുൻ, ലഖലഖുൻ, ബർഖുൻ. ആദ്യം ഇതിൻ്റെ മേലെ കൂടെ എഴുതുക, പിന്നെ മേലോട്ട് മുഴുവൻ എഴുതുക. ഓക്കെ, ഏറ്റവും അവസാനം ബർഖുൻ എന്ന് ഇതിൻ്റെ മേലെ കൂടെ എഴുതുക, പിന്നെ ഇവിടെ പിന്നെ ഇവിടെ പിന്നെ ഇവിടെ അങ്ങനെ എഴുതി പോവുക. അടുത്ത പേജിലും അക്ഷരമാണുള്ളത്. ഏതാണ് അക്ഷരം? ജീമുമുണ്ട്, ഹാവുമുണ്ട്, പിന്നെയോ ഹാവുമുണ്ട്. 3 അക്ഷരങ്ങളുണ്ട് അല്ലേ? ഇവ 3ഉം ഒരേപോലെയാണ് എഴുതുക. വ്യത്യാസം എന്താണ്? ജീമിൻ്റെ അടിയിലാണ് കുത്തുള്ളത്, ഹാഇന് കുത്തേയില്ല, ഹാഇൻ്റെ മേലെ ഒരു കുത്തുണ്ട്. ഇതാണ് വ്യത്യാസം. കുത്തുകളിലാണ് വ്യത്യാസമുള്ളത്. ഇവിടെ ഉള്ള വാക്കുകൾ വായിച്ചു നോക്കൂ. ജമലുൻ, ജീമ ആദ്യത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. ബഹറുൻ, നടുവിലാകുമ്പോൾ ഇങ്ങനെ. ആദ്യത്തിലും നടുവിലും ഒരേപോലെ തന്നെയാണ്, കൂട്ടി എഴുതുന്നതാണ് നടുവിൽ. അവസാനത്തിൽ എഴുതുമ്പോഴോ ഇങ്ങനെ. ബിത്തിഹുൻ, അവസാനത്തിൽ ഇതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് എഴുതുക. പിന്നെ ചേർക്കാതെ എഴുതുമ്പോഴും ഇങ്ങനെ. അത് എഴുതി പരിശീലിക്കുക. ഇവിടെ ഹുബുസുൻ, നഹലത്തുൻ, സൽജുൻ, മിസ്ബാഹുൻ, ഇത്രയും വാക്കുകളുണ്ട്. ഈ വാക്കുകൾ മേലെ വരെ മുഴുവൻ എഴുതുക. അടുത്തത് നൂനാണ് അക്ഷരം അല്ലേ? നൂനും അതേപോലെ എഴുതി പരിശീലിക്കുക. വായിച്ചു നോക്കൂ. നജ്മുൻ, ഇനബുൻ, ഐനുൻ, റുമാനുൻ. നൂന് ആദ്യം വരികയാണെങ്കിൽ ഇങ്ങനെ, നടുവിലാണെങ്കിൽ ഇങ്ങനെ, അവസാനമാണെങ്കിൽ ഇങ്ങനെ താഴ്ത്തി എഴുതണം. അവസാനം വരിയുടെ താഴേക്ക് താഴ്ത്തിയിട്ട് വേണം നൂന് എഴുതാൻ. ഇങ്ങനെ റൗണ്ടായിട്ട് എഴുതണം. ഓക്കെ, അതേപോലെ ഇവിടെ നമീറുൻ, മൻസിലുൻ, സിക്കീനുൻ, ലൈമോനുൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവയൊക്കെ എഴുതുക. നുഅദ്ദുൽ ലൗഹാത്ത്, നമുക്ക് ലൗഹാത്ത് ബോർഡുകൾ തയ്യാറാക്കാം. ഹാഫിൽ അലാ നലാഫത്തിൽ ബൈത്തി എന്നിവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ബോർഡിൽ. എന്താ ഹാഫിൽ അലാ നലാഫത്തിൽ ബൈത്തി? വീട് വൃത്തിയായി സൂക്ഷിക്കുക. അതേപോലെ അടുത്ത ബോർഡുകളിലൊക്കെ നമ്മൾ എഴുതണം. എന്താണ് എഴുതുക? ഇവിടെ നമുക്ക് പരിസ്ഥിതി വൃത്തിയായി സൂക്ഷിക്കണം എന്ന് എഴുതണം. അതെങ്ങനെ എഴുതും? പറഞ്ഞു നോക്കൂ. ഹാഫിൽ അലാ നലാഫത്തി അൽ ബൈത്തി എന്ന് എഴുതിയത് അല്ലേ? ഹാഫിൽ അലാ നലാഫത്തി എന്ന് പറഞ്ഞാൽ വൃത്തിയായി സൂക്ഷിക്കുക. അൽ ബൈത്ത് വീട്. ഇനി മറ്റുള്ള സെന്റൻസുകൾ എഴുതുമ്പോൾ അൽ ബൈത്ത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും വാക്ക് വെച്ചാൽ മതി അല്ലേ? ഇവിടെ അൽ ബൈത്ത് മാറ്റിയിട്ട് നമുക്ക് അൽ ബീഅത്ത് എന്ന് വെക്കാം. അപ്പോൾ എങ്ങനെ എഴുതും? ഹാഫിൽ അലാ നലാഫത്തിൽ ബീഅത്തി, പരിസ്ഥിതി വൃത്തിയായി സൂക്ഷിക്കുക. ഓക്കെ, അതേപോലെ അടുത്തത് ഇവിടെ എന്തെഴുതും? സ്കൂൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന് എഴുതണം. എങ്ങനെ എഴുതും? പറഞ്ഞു നോക്കൂ. ഹാഫിൽ അലാ നലാഫത്തിൽ മദ്രസത്തി, സ്കൂൾ വൃത്തിയായി സൂക്ഷിക്കണം. പിന്നെ വഴി വൃത്തിയായി സൂക്ഷിക്കണം എന്ന് എഴുതാം. അതെങ്ങനെ എഴുതും? ഹാഫിൽ അല നലാഫത്തി ത്വരിയത്തി, വഴി വൃത്തിയായി സൂക്ഷിക്കണം. പിന്നെ പുഴ വൃത്തിയായി സൂക്ഷിക്കണം എന്ന് എഴുതിക്കൊള്ളൂ. പുഴക്ക് എന്താ പറയുക? നെഹ്റുൻ. അപ്പോൾ ഹാഫിൽ അല നലാഫത്തിൻ നെഹരി, പുഴ വൃത്തിയായി സൂക്ഷിക്കുക. ഇനിയും ഇതേപോലെ ഒരുപാട് വാചകങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ശരീരം വൃത്തിയായി സൂക്ഷിക്കണം എന്ന് പറയാൻ എങ്ങനെ എഴുതും? ഹാഫിൽ അല നലാഫത്തിൽ ജിസ്മി, ശരീരം വൃത്തിയായി സൂക്ഷിക്കുക. ഓക്കെ, ഇത്രയുമാണ് 2ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠത്തിലുള്ളത്. അടുത്ത വീഡിയോയിൽ 2ാമത്തെ പാഠം പഠിക്കാം.